for inviting me for this seminar, for a talk in this seminar of reproductive autonomy and decision making in disabled persons. For the first time, I'm having a talk like this. We are really happy to be part of this. ഇതിനു മുമ്പ് ഒരു ലോ കോളേജിൽ ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പരിസ്ഥിതിയെ പറ്റിയിട്ടുള്ളതായിരുന്നു, പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ കുറച്ച് പരിസ്ഥിതി പ്രവർത്തക ആയതുകൊണ്ട് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഞാൻ ലോ കോളേജിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ആക്ച്വലി റിപ്രൊഡക്റ്റീവ് ഓട്ടോണോമി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഡിസേബിൾഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ എന്താ പറയുക, ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഡിസ്കസ്, നമ്മൾക്ക് എല്ലാവരും ഇവിടെയുള്ളവർ മലയാളം അറിയുന്നവരാണെന്ന് കരുതുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചൊരു മലയാളത്തിലായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാം. അത് പലപ്പോഴും നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റൈറ്റിനെ പറ്റി നമ്മൾ പലപ്പോഴും പറയുമ്പം കൂടുതലായിട്ടും ഒരു സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ള രീതിയിലാണ് അത് പറയാറുള്ളത്. പക്ഷെ അത് സ്ത്രീകളെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അത് സ്ത്രീകളെയും പുരുഷനെയും അതുപോലെ ഭിന്ന ലിംഗ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ദാറ്റ് ഈസ് ദ റൈറ്റ് ടു ഡിസൈഡ് ഫ്രീലി ആൻഡ് റെസ്പോൺസിബിളി, അതായത് സ്വതന്ത്രമായും ഉത്തരവാദിത്വത്തോടു കൂടിയും പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമാണത്. അത് ഒരു വ്യക്തിക്കും അതുപോലെ കുടുംബമായിട്ട് ജീവിക്കുമ്പം കപ്പിൾസിനും ഉള്ളതാണ്. അതായത് ഒരു മനുഷ്യന് സെക്ഷൽ ഡിസയർ ഉണ്ടാവുക എന്ന് പറയുന്നത്, സെക്സ് രതിയിൽ ഏർപ്പെടുക എന്നുള്ളത്, അതുപോലെ കോൺട്രാസെപ്ഷൻ, കുട്ടികൾ വേണോ എന്നുള്ളത്, കുട്ടികൾ വേണമെങ്കിൽ സ്വന്തം ജനറ്റിക് ലീനിയേജിൽ കുട്ടികൾ വേണോ എന്നുള്ളത്. ഇപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പം സ്വന്തം ജനറ്റിക് ലീനിയേജിൽ കുട്ടികൾ വേണമെന്നൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ 2 കുട്ടികളും എന്നോട് പറഞ്ഞു അവർക്ക് സ്വന്തം കുട്ടികൾ ആവശ്യമില്ല. ഈ ലോകത്ത് എത്രയോ കുട്ടികൾ അനാഥരായിട്ടുണ്ട്, അവരെ രണ്ടുപേരെ എടുത്തു വളർത്തിയാൽ പോലെ എന്നോട് ചോദിച്ചു. ഒരു 20 വർഷം മുമ്പാണെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരോട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവളുടെ കുട്ടി പറഞ്ഞു ഷീസ് ഗോയിങ് ടു ഫ്രീസ് ഹർ ഓവം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് പിന്നീട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ചെയ്തത് പറഞ്ഞു, എന്താ പറയുക, അവർക്കിപ്പോൾ വിവാഹം കഴിക്കണമെന്നോ ജീവിക്കണമെന്നോ ആഗ്രഹമില്ല, കരിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ചിലപ്പം കരിയറൊക്കെ അവർക്ക് ചിലപ്പം ജീവിക്കാൻ തോന്നുന്നത് ചിലപ്പം ആഫ്റ്റർ 10 or 20 years ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ഓവം ചിലപ്പം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഷീസ് ഗോയിങ് ടു ഫ്രീസ് ഹർ ഓവം and keep it there and we'll take it later. അങ്ങനെയൊക്കെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. പക്ഷെ അതൊക്കെ റൈറ്റാണ്. അതിനൊക്കെ ഉള്ള അവകാശം അതെല്ലാം റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിൽ ഉള്ളതാണ്. സ്റ്റെറിലൈസേഷൻ എപ്പോൾ ചെയ്യണം, ഏത് സ്റ്റെറിലൈസേഷൻ മാർഗം ഉപയോഗിക്കണം, മെയിൽ സ്റ്റെറിലൈസേഷൻ, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, മെയിലിന് സ്റ്റെറിലൈസേഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മെയിലിൻ്റെ അവകാശമാണ്. രാവിലെ സംസാരിച്ച മേഡം പറഞ്ഞിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ സ്റ്റെറിലൈസേഷൻ ഡ്രൈവിനെ പറ്റിയിട്ട്. നിർബന്ധിത വന്ധ്യംകരണം ഒരു കാലത്ത് ചെയ്തു. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആളുകൾക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് PPS ചെയ്യുന്നതിന് പകരം 2 ബക്കറ്റ് കൊടുത്തിരുന്നതായിട്ട്, 2 ബക്കറ്റുമായിട്ട് ആൾക്കാർ വീട്ടിൽ വന്നിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഒരു കാലത്ത് കൊടുത്തിരുന്നു അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇൻസെൻറ്റീവ്സ് ഒന്നും അല്ലാതെയും നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇപ്പം അതുപോലെ കോസ്മെറ്റിക് ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെയൊക്കെ കാലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പോസ്റ്റ്മെനോപോസൽ, അതായത് ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഏജിൽ തുടങ്ങുകയും ഒരു ഏജിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ കടന്നുപോയി. ലൈംഗികതയ്ക്ക് ഇന്ന് ഏജൊന്നും ഇല്ല. ആഫ്റ്റർ 50s and 60s people go for cosmetic. So many cosmetic surgeries have come up and so many hormone replacement therapy, everything. ഇതെല്ലാം റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിൽ പെടുന്നതാണ്. ഒരാൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്, എത്ര കാലം വരയ്ക്കും ലൈംഗികത തുടരണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് അവസാനിപ്പിക്കണം,
ഇതെല്ലാം അയാളുടെ സെക്ഷൽ ഡിസയർ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ അവകാശം ആണ്. അപ്പം പ്രശ്നം വരും, ഇതെല്ലാം ദിസ് ഷുഡ് ബി എക്സൈസ് ഫ്രീ ഓഫ് ഡിസ്ക്രിമിനേഷൻ, കോയേഷൻ ആൻഡ് വയലേഷൻ. അതായത് ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കാനുള്ളതല്ല, രണ്ടുപേരും തമ്മിൽ തരംതിരിവ് പാടില്ല, നിർബന്ധിത ക്രൂരമായ മെത്തേഡ്സ് ഒന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ അതായത് എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്നുള്ളതാണ്. അത് ഏതൊരാൾക്കും, ഡിസേബിൾഡ് പീപ്പിൾ, ഒരാൾ ഡിസേബിൾഡ് ആയതുകൊണ്ട്, മെൻ്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയതുകൊണ്ട് ഇതിൽ മാറ്റമൊന്നും ഇല്ല. മെൻ്റലി ഇതിൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന വാക്കിൽ തന്നെ പ്രശ്നമാണ് സത്യം പറഞ്ഞത്. ഞങ്ങൾ പീഡിയാട്രിക്സിൽ ഡിസേബിൾഡ് എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. യൂസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് സ്കൂളിൽ ക്ലാസ്സിൽ ചെല്ലുമ്പം ഡിസേബിൾഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സ്റ്റിഗ്മയുണ്ട്, ഒരു നെഗറ്റീവ് ഇതുണ്ട്. ആ കുട്ടിക്ക് തന്നെ എനിക്ക് എന്തോ കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വി യൂസ് ദ ടേം ഡിഫറെൻ്റ്ലി ഏബിൾ, വിഭിന്നതകൾ വൈചാത്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ. പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വേറൊരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മറയ്ക്കാൻ ശ്രമിക്കാൻ തോന്നും. നമ്മളിപ്പം നമ്മളൊരു കമ്പാർട്ട്മെൻറ്റ് ദളിത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഒരു രണ്ടാം തരം എന്ന് വരുന്നത് കൊണ്ടാണോ നമ്മൾ അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയും വരും, അല്ലേ? നമ്മൾ നമ്മുടെ സ്വത്വത്തിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താണ് ഒരാളുടെ സ്വത്വം, എന്താണ് ഒരാളുടെ ഐഡൻറ്റിറ്റി? ഒരാളുടെ ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു കാര്യം മാത്രമല്ല. നമ്മൾക്ക് ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റി, ജനിക്കുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. ഞങ്ങൾ ഡോക്ടർമാരെ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ്. ഒരു കുഞ്ഞിനെ, ഞാൻ ന്യൂറോളജിസ്റ്റ് കൂടെയാണ്, ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കുമ്പം ആദ്യത്തെ ക്വസ്റ്റ്യനാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അവിടെ നമ്മളൊരു ചില കേസുകളിൽ വളരെ എവിഡൻ്റ് ആണ് ആണാണ് പെണ്ണാണ്. പക്ഷെ ചില കേസുകളിൽ ഞങ്ങൾ തന്നെ ഒരു കൺഫ്യൂഷനിൽ പെട്ടുപോകും. ആംബിഗ്വസ് ജെനിറ്റേലിയ എന്ന് പറയുന്ന കേസുകളുണ്ട്. അതായത് അവരുടെ ജെനിറ്റേലിയ കാണുമ്പം എല്ലാം പൂർണ്ണത ഉണ്ടാവില്ല. സ്ത്രീയുടെ ജെനിറ്റേലിയ എന്നുള്ള പൂർണ്ണതയോ പുരുഷൻ്റെ ജെനിറ്റേലിയ എന്നുള്ള പൂർണ്ണതയോ ഇല്ലാത്ത ചില കേസുകൾ ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ അതായത് അനാറ്റമിക്കൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യും. അതായത് സെക്സ് എന്ന് പറഞ്ഞാൽ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി അനാറ്റമിക്കൽ സെക്സ് ആൻഡ് ജെനറ്റിക് സെക്സ്. അനാറ്റമിക്കൽ സെക്സ് ആണ് ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കുമ്പം അവർ ചോദിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പം വളരെ കൃത്യമായിട്ട് ആണെന്നും പെണ്ണെന്നും പറയാൻ പറ്റുന്നത് അതിൻ്റെ അനാറ്റമി നോക്കിയിട്ടാണ്. അതായത് ലൈംഗിക അവയവങ്ങളുടെ ഇത് അനാറ്റമി അനുസരിച്ചാണ്. എന്നാൽ എല്ലാ കേസിലും കൃത്യമായിട്ടുള്ള അനാറ്റമി ഉണ്ടാവില്ല. ആംബിഗ്വസ്, അതിനെ പണ്ട് ആംബിഗ്വസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ പറയാം ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ ഡിഫറൻഷിയേഷൻ എന്നാണ് പറയുക, DSD എന്ന് പറയും. DSD എന്നുള്ള വാക്കുകൊണ്ടാണ് നമ്മളതിനെ ഇന്ന്. അപ്പം DSD ആയിട്ടുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പോവുക ക്രോമസോമൽ സെക്സ് അനലൈസ് ചെയ്യാനാണ്. അപ്പം നമുക്കിപ്പം എന്താ പറയുക, ജനറ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്രോമസോമൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ XX ആണെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ഫീമെയിലായിട്ടും, XY ആണെങ്കിൽ മെയിലായിട്ടും നമ്മൾ സെക്സ് എഴുതും. പക്ഷെ ആ കേസിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നം വരും. കാരണം ചിലത് നമ്മൾക്ക് XX-ഉം XY-യും അല്ലാതെ മൊസൈക്ക് കേസുകളും വരും. അങ്ങനെയും മനുഷ്യരുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. XX, XY രണ്ട് സെൽ ലൈൻസ് ഉള്ളവരും ഉണ്ട്. ചിലർക്ക് അപ്പോൾ നമ്മൾ അനാട്ടമി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഇവരുടെ ഓവറി ആണോ ടെസ്റ്റിസ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പിക്കും. ഇതൊക്കെ ഉറപ്പിച്ച ശേഷം ടെസ്റ്റിസുമാണ് XY-യുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം അതൊരു മെയിൽ നിന്നുള്ള ഒരു ഇതിലേക്ക് എത്തും. അല്ലാത്ത കേസിൽ ഈ പറഞ്ഞ പോലെ നമ്മളത് ഫീമെയിൽ ആണെങ്കിൽ ക്രോമസോമലി ആൻഡ് അനാറ്റമിക്കലി ഓക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെ ഇടാം. പക്ഷേ ഇത് രണ്ടും അല്ലാത്ത സംഭവങ്ങളും ഉണ്ടാവും. അപ്പം അനാറ്റമിക്കൽ സെക്സ് ചിലപ്പം മെയിലിൻ്റെയും ക്രോമസോമൽ സെക്സ് ചിലപ്പം ഫീമെയിലിൻ്റെയും അങ്ങനെയൊക്കെ വരുന്ന കേസുകളുണ്ട്. അങ്ങനത്തെ കേസുകളിൽ പലപ്പോഴും എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സർജറി ചെയ്ത്
ഒരു ഇതിലേക്ക് അങ്ങോട്ട് മാറ്റും. നമ്മളെ ഇതിൽ വരുന്ന തെറ്റാണ് ഞാൻ പറയുന്നത്. മെഡിക്കൽ സയൻസിൽ വരുന്ന ഞാൻ ആക്ച്വലി ഇവിടെ പറയാൻ പാടുള്ളൂ എന്ന് എനിക്കറിയില്ല. പക്ഷേ സംതിങ് എന്ന് വെച്ചാൽ ഞാൻ അതിനോട് വിയോജിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ കുട്ടിയുടെ ജെൻഡർ എന്ത് എന്നതിനെ പറ്റിയിട്ട് അപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ജെൻഡർ എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതാണ് സെക്സും ജെൻഡറും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്നത്. അനാട്ടമിക്കൽ സെക്സ് എന്ത് തന്നെ ആയാലും ജെൻഡർ എന്ന് പറയുന്നത് പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുട്ടി ആണ് പെണ്ണ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് സ്വയം ജനിക്കുന്ന കുട്ടിക്ക് ഞാൻ ആണാണോ പെണ്ണാണെന്നൊന്നും അറിയില്ല. പിന്നീട് ആ ഒരു ജെൻഡർ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ ഒരു കുട്ടി വരണമെങ്കിൽ അതിൻ്റെ വികാസം പ്രാപിച്ച് വന്ന് അത് ഏതെങ്കിലും ഒരു ഇതിലേക്ക് അത് പോകണം. ഒരാളുടെ ക്രോമസോമും ഒരാളുടെ അനാറ്റമിക്കൽ സെക്സും XXോ അല്ലെങ്കിൽ XYയോ ആയതുകൊണ്ട് ഫീൽ ആയതുകൊണ്ട് അയാൾ ആ ജെൻഡറിലേക്ക് തന്നെ പോകണമെന്നില്ല. അയാളുടെ തലച്ചോറ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ആയിരിക്കും. ചിലരുടെ തലച്ചോറ് ഒരു മെയിൽനെസ്സിലേക്കായിരിക്കും പോകുന്നത്, ചിലരുടെ ഒരു ഫെമിനിൻ നേച്ചറിലേക്കായിരിക്കും പോകുന്നത്, ചിലരുടെ ഇത് രണ്ടുമല്ലാതെ പോവാം. അപ്പം ഇത് അതുകൊണ്ടാണ് ജെൻഡർ എന്ന് പറയുന്നത് ഈ ജെൻഡറിനെയും സെക്സിനെയും ഒന്നായി കാണാൻ പാടില്ല. ഈ ജെൻഡറും സെക്സും ഒക്കെ മെയിലാന്നിരിക്കട്ടെ, ഇപ്പം മെയിൽ അല്ലെങ്കിൽ ഫീമെയിലാന്നിരിക്കട്ടെ, എന്നാലും സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. സെക്ഷൽ ഓറിയന്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെയും കഴിഞ്ഞിട്ടാണ്. ഒരു അഡൽട്ട് ഒരു കുട്ടിനോട് ഒരു അഡോളസെന്റ് പീരീഡിലൊക്കെ സെക്ഷൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഇത് വരും. അപ്പം ഒരാളിപ്പോൾ ഫീമെയിലാന്നിരിക്കട്ടെ, XX ആണ്, അനാട്ടമിക്കലി XX ആണ്, ജെൻഡർ വൈസ് ഒക്കെ ഫീമെയിലാണ്. പക്ഷെ അതുകൊണ്ട് അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ മെയിലിന്റെ നേർക്ക് വേണമെന്ന് യാതൊരു നിർബന്ധവും. ഷീ ക്യാൻ ഹാവ് സെക്ഷൽ ഓറിയന്റേഷൻ ടുവേർഡ്സ് ഫീമെയിൽ. അത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ബാല്യകാലത്ത് അവരനുഭവിച്ച ചിലപ്പോൾ ട്രോമകളായിരിക്കാം, അവർ കടന്നുപോയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. മനസ്സിലായോ? ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എങ്ങനെ പോകണം എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് അത് പോകുന്നത്. അപ്പം അതനുസരിച്ച് ക്യാൻ ബി ലെസ്ബിയൻ, ഗേ, സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റൈറ്റ്സ് എന്ന് പറയുന്നതിൽ ഇതൊക്കെ വരും. അതായത് നിങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ്, നിങ്ങളുടെ സെക്ഷൽ ഡിസയർ എന്താണ്, അതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. മനസ്സിലായോ? അതൊക്കെ ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. അതിലൊന്നും പക്ഷെ ഈ പറഞ്ഞ പോലെയാണ്, അവകാശങ്ങൾ പേപ്പറിലുണ്ട്, പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. നമുക്ക് അവകാശം എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അവകാശം നമ്മൾ ചോദിക്കൂ. എന്ത് കാര്യത്തിലായാലും എനിക്ക് ഇന്ന അവകാശങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അവകാശം ചോദിക്കൂ. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു സ്ത്രീക്ക് നമ്മളെ പഠിപ്പിച്ചു വരുന്നത് തന്നെ നമ്മൾക്ക് കുറെ അവകാശങ്ങളൊന്നും ഇല്ല, അവകാശങ്ങളൊന്നും ഇല്ലാത്തതാണ് നോർമൽ എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവകാശം ഉണ്ട് എന്ന് തന്നെ നമുക്കറിയത്തില്ല. ഉദാഹരണത്തിന് പല സ്ത്രീകളും പറയുന്നേക്കാം വിവാഹം കഴിഞ്ഞ ശേഷം, എന്റെ ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നു. ഇത് ഭർത്താവ് സ്വാതന്ത്ര്യം തന്നെ, പുറത്തു പോകാൻ ചേട്ടൻ സമ്മതിക്കും, അതുകൊണ്ട് എനിക്ക് പുറത്തു പോകാം. സിനിമയ്ക്ക് പോകാൻ, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ ചേട്ടൻ സമ്മതിക്കും, ഇനി ചേട്ടൻ സമ്മതിക്കേണ്ട ആവശ്യമുള്ളതുണ്ടോ? ഒറ്റയ്ക്ക് പോകാന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. പക്ഷെ ആ അവകാശമാണെന്നുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചേട്ടന്റെ സമ്മതം ചോദിക്കാനും ചേട്ടന്റെ സമ്മതം തരുന്ന ചേട്ടൻ വലിയ കാര്യമായി തീരുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ മനസ്സും എൻ്റെ ചോയ്സസും എല്ലാം എൻ്റെ അവകാശമാണ്. നമ്മൾ ആക്ച്വലി പറഞ്ഞു വന്നത് ഐഡന്റിറ്റിയിലാണ്. ഐഡന്റിറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞു പോയത്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് ഇതിൽ ഓരോരുത്തർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ പറയുന്നത്. അതായത് ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പം കിട്ടുന്നതുമുണ്ട്, പിന്നീട് അയാളുടെ ചോയ്സസ് തെരഞ്ഞെടുപ്പുകളായിട്ട് വരുന്നതുമുണ്ട്. ചില തെരഞ്ഞെടുപ്പുകൾ സമൂഹം നമ്മൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പല തെരഞ്ഞെടുപ്പുകളും സ്വയം നടത്താൻ പറ്റുള്ളൂ. പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർ പലപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ അവരുടെ ഐഡന്റിറ്റിയായി കൊണ്ടു നടക്കും. അതായത് ജനിക്കുന്ന ഒരു മനുഷ്യൻ
ഒരു ജാതിയിലായിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണല്ലോ, ഇതൊന്നും ഇല്ലാതൊന്നും ജനിക്കുമ്പോൾ തന്നെ കുറേ ലേബലോട് കൂടിയാണല്ലോ മനുഷ്യൻ ജനിക്കുന്നത്. ഒരു ഒരു രാജ്യത്തായിരിക്കും ജനിക്കുന്നത്, ഒരു സംസ്ഥാനത്തായിരിക്കും ജനിക്കുന്നത്, ഒരു മതത്തിലായിരിക്കും ജനിക്കുന്നത്, ഒരു ജാതിയിലായിരിക്കും ജനിക്കുന്നത്, അപ്പം ഒരു ലിംഗത്തോടെ ആയിരിക്കും ജനിക്കുന്നത്. അപ്പം ഇതെല്ലാം ജനിക്കുമ്പോൾ തന്നെ പതിച്ചു കിട്ടുന്ന ഐഡന്റിറ്റികളാണ്. അതവിടെ ഉണ്ടാവും, അത് നമുക്ക് ഓൾറെഡി പതിച്ച് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ജനിക്കുമ്പോൾ പതിച്ച് കിട്ടുന്ന ഐഡന്റിറ്റി ആയിട്ട് മാറും അയാളുടെ ഒരു തരത്തിൽ പറഞ്ഞ ഡിസേബിലിറ്റി. അത് ഈവൺ ഈ പറഞ്ഞ പോലെ ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ ഡിഫറൻഷിയേഷൻ ആണെങ്കിൽ അതും. അതുപോലെ അത് കഴിഞ്ഞ് ചിലർക്ക് പിന്നീട് ഡിസബിലിറ്റി വരുന്നവരുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് വഴിയോ പല കാരണങ്ങൾ കൊണ്ട് ഡിസബിലിറ്റി പിന്നീട് ഇതിലേക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഐഡന്റിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ ജനിച്ച് കിട്ടുന്ന ഐഡന്റിറ്റി കൂടാതെ തന്നെ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ ഐഡന്റിറ്റിയിൽ, നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഐഡന്റിറ്റിയായി തീരും അല്ലേ. നമ്മുടെ ദൈവവിശ്വാസം, നമ്മുടെ ലോജിക്കൽ തിങ്കിങ്, നമ്മുടെ രാഷ്ട്രീയം, അങ്ങനെ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രസ്ഥാനം നമ്മുടെ ഐഡന്റിറ്റി ആയി തീരും. നമ്മൾ ഇപ്പം നിങ്ങൾ ലോ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ലോ കോളേജിലെ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അങ്ങനെ അതിൽ ചില ഐഡന്റിറ്റികൾ, കുറേ ഐഡന്റിറ്റികൾ നമ്മുടെ തിരഞ്ഞെടുപ്പായിട്ടും വരും, ചിലത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഐഡന്റിറ്റികളായിട്ട് വരും. പക്ഷേ ഏത് ഐഡന്റിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് അത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. അതുപോലെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് മാത്രം പലപ്പോഴും അവരുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറും. അപ്പം അവരെ നമ്മൾ എംപവർ ചെയ്തിട്ട് ആ ഡിസേബിൾഡ് മാൻ അല്ലെങ്കിൽ വുമൺ എന്നുള്ള ഐഡന്റിറ്റിക്ക് അപ്പുറത്തേക്ക് എത്തിക്കാനും കൂടി ആ ഐഡന്റിറ്റിയെ മറികടക്കുന്ന മറ്റു പല ഐഡന്റിറ്റികളും അവരെ എംപവർ ചെയ്ത് ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ജനറൽ ഇഷ്യൂസ് ആണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എഡ്യൂക്കേഷൻ വെച്ചാൽ നമ്മൾക്ക് ഒന്ന് നമ്മുടെ അവകാശങ്ങളെ പറ്റിയുള്ള അറിവ്, അതുപോലെ തന്നെ നമ്മളുടെ പലതും പാപമാണ് എന്നുള്ളൊരു, ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളിന് സെക്ഷൽ ഡിസയർ ഉണ്ടാകുന്നത് പല സൊസൈറ്റിക്ക് ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന വാക്കിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഡിസബിലിറ്റി നമ്മൾ പലതരത്തിൽ ഡിസേബിൾഡ് എന്ന് പറയുന്ന മനുഷ്യരെ ഒരു ഒറ്റ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതല്ല. എല്ലാവർക്കും ഓരോരോ പലതരം ഡിസബിലിറ്റികൾ ഉണ്ടാവും. ചിലർക്ക് കാഴ്ചക്കായിരിക്കും പ്രശ്നം, ചിലർക്ക് കേൾവിയായിരിക്കും പ്രശ്നം, ചിലർക്ക് സംസാരിക്കാനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് സ്പർശന ശേഷി ഇല്ലാത്തതായിരിക്കാം, ചിലർക്ക് ലോക്കോമോട്ടോർ നടക്കാനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് ഇന്റലക്ച്വൽ എബിലിറ്റി ആയിരിക്കും കുറവ്, ചിലർക്ക് സൈക്കോളജിക്കൽ ആയിരിക്കും പ്രശ്നം. എന്ത് തന്നെയായാലും ഓരോന്നും ഓരോ ഡിസബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ട് ഇതിൽ പറയാത്ത, ഡിസേബിൾഡ് എന്ന് പറയാത്ത ഒരുപാട് കുട്ടികൾ നമ്മൾക്ക് വേറെയുണ്ട്. അതായത് ക്രോണിക് ഇൽനെസ്സുകളുള്ള കുട്ടികൾ, ക്യാൻസർ പേഷ്യൻസ്. ആക്ച്വലി അവരെയൊക്കെ ഡിസേബിൾഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നില്ല, പക്ഷെ അവരും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള അവരായിരിക്കും. ഒരു സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികൾ, അവരെ പിന്നെ ഡിസേബിൾഡിൽ പെടുത്തും. ഡിസേബിൾഡിൽ പെടുത്താത്തതും എന്നാൽ ഒരുപാട് ഇതുള്ളതുമായിട്ടുള്ള കുട്ടികൾ വേറെയുണ്ട്. ഇപ്പോൾ താലസീമിയ പേഷ്യൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടും. അപ്പോൾ അവർക്ക് ഈ എഡ്യൂക്കേഷൻ, ഒന്നാമത് അവരുടെ എന്താ പറയുക, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ പറ്റിയും കോൺട്രാസെപ്ഷനെ പറ്റിയിട്ട്, ഇതിനെ പറ്റിയിട്ട്, അനാട്ടമിയെ പറ്റിയിട്ട് എഡ്യൂക്കേഷൻ കിട്ടണം അവർക്ക്. സാധാരണ കുട്ടികൾക്ക് തന്നെ നമ്മൾ ആക്ച്വലി വേണ്ട രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും. കാരണം അതും നമ്മുടെ ഒരു സമൂഹത്തിന്റെ കുറെ ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള കുറെ മണ്ടത്തരങ്ങളുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഈ കുട്ടികൾക്ക് ഏത് ഏജാണ് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഏറ്റവും പറ്റിയത്. അങ്ങനെ പലരും വിചാരിക്കുന്നത് മെനാർക്കി അറ്റൈൻ ചെയ്യുന്ന ഏജ് ആയിരിക്കാം, ഒരു 12-10 വയസ്സ് അപ്പോഴായിരിക്കാം. പക്ഷെ അതൊക്കെ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ പല സ്റ്റഡീസും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 years ഒക്കെ ആകുമ്പോഴേക്കും തന്നെ കുട്ടികൾ പലരും ഈ ഹാർഡ് പോൺ അടക്കം കുട്ടികൾ കണ്ടു കഴിഞ്ഞിരിക്കും. അപ്പം അവർ ആക്ച്വലി ദേ ഹാവ് ഗോട്ട് ദിസ് അവയർനെസ് ഫ്രം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ മുമ്പുള്ള ഒരു ഏജിൽ തന്നെ ഇവർ ഇത്തരം അവയർനെസ് അവർക്കുണ്ട്.
പക്ഷെ അപ്പൊ അത് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടാർഗറ്റാണ്. ഏതൊരു കുട്ടിയും ഒരു ഈസി ടാർഗറ്റാണ് ഒരു അബ്യൂസറിന്റെ, ഒരു പ്രെഡേറ്ററിന്റെ. കാരണം ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിപ്പെൻഡന്റ് ആണ് ഒരു അഡൾട്ടിനെ. ഒരു രക്ഷിതാവായിട്ട് ഒരു അഡൾട്ട് കെയർ ഗീവർ സ്ഥാനത്ത് അയാളില്ലാതെ ഒരു കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കമ്പാഷനേറ്റ് ആയിട്ട് സ്നേഹത്തോടു കൂടി അറ്റാച്ച്മെന്റ്, ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഉള്ള ഒരു അടുപ്പത്തിന്റെ കേന്ദ്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയെങ്കിലും ഒരു കുഞ്ഞിനില്ലെങ്കിൽ ആ കുഞ്ഞിന് ശരിയായ മാനസിക വളർച്ച നേടാൻ പറ്റത്തില്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിൽ കുറേ ഇതുണ്ട്. ചെറുപ്പം മുതൽക്കേ കേട്ടും കണ്ടും പഠിച്ച് നമ്മുടെ തലച്ചോറിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിനെയൊക്കെ മറികടന്നു എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിറത്തിനോടും സൗന്ദര്യത്തിനോടും അവയവപൊരുത്തങ്ങളോടും ഒക്കെ ഉള്ള ഒരു ഇതുണ്ട്. നമ്മൾ ആരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് ഒന്നുകിൽ നമ്മളെ പോലെയുള്ള ഒരാളെ കാണുമ്പോഴാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നോ, നമ്മൾ എങ്ങനെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ ഒരാളെ കാണുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഇതൊക്കെ ബാധകമാണ് സത്യത്തിൽ. കാരണം ഒരു കുഞ്ഞ് അവനവനെ പോലെ ആണെങ്കിൽ അവർ സ്നേഹിക്കാൻ അവർക്ക് എളുപ്പമാണ്. അവനവനിൽ നിന്ന് വ്യത്യസ്തമായതും അവനവൻ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെ അവിടെ തന്നെ ചില പ്രശ്നങ്ങൾ നാം പെടുന്നു. അപ്പം മേ ബി അത് വേറൊരു വിഷയം, പക്ഷെ അതും ഒരു വിഷയമാണ്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു വരികയായിരുന്നു അല്ലേ, നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനെപ്പറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം ഇവർ ഈസി ടാർഗറ്റ്സ്, വളരെ പെട്ടെന്ന് തന്നെ ഇവർ അബ്യൂസേഴ്സ് നോക്കി വെക്കുന്ന ടാർഗറ്റുകളാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അപ്പം പക്ഷെ എന്നാൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും എഡ്യൂക്കേഷൻ കൊടുക്കത്തുമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് അവർ കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഇതൊന്നും അറിയില്ല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല. പക്ഷെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ അവർക്ക് അറ്റ്ലീസ്റ്റ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ അതിനൊന്നും വേണ്ട ഒരു ഇതില്ല. ഒന്നാമത് അച്ഛനമ്മമാർക്ക് തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ അമ്മമാരെ എനിക്കറിയാം, അവർക്ക് കുട്ടി മെനാർക്കിയൊക്കെ അറ്റൈൻ ചെയ്യുന്നത് അവരുടെ ഒരു വലിയ പേടി സ്വപ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് മനസ്സിലായോ? അവരുടെ മാറ്റി വെക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പം അതൊന്നും കുട്ടികളുടെ കൺസെന്റ് ഒന്നും എടുത്തിട്ടൊന്നും ആവില്ല. കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ അറിയണം. അപ്പം അതിനൊക്കെ നമ്മുടെ സൊസൈറ്റി ഒരുപാട് ആക്ച്വലി ഇനിയും മെച്യൂർ ആവാനോ വലുതാവാനോ ഒക്കെ ഉണ്ട്. എന്നാലേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരിക എന്നുള്ളതാണ്. കാരണം ആദ്യകാലത്ത് നമ്മൾക്ക് ഈ പ്രീനേറ്റൽ ഡയഗ്നോസിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം ഏതൊരു പ്രഗ്നൻസിയിലും 3 മാസമൊക്കെ ആദ്യത്തെ മാസം തൊട്ട് തന്നെ ഈ ഇത് തുടങ്ങും. പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയും. കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു TTT ടെസ്റ്റ് സ്കാനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിലെന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് സെൻസസ് ചെയ്യും. പിന്നെ കൊറിയോണിക് വില്ലസ് ബയോപ്സി ചെയ്യും. ഇങ്ങനെ പലതും ചെയ്തിട്ട് എന്താ പറയുക, ഏതെങ്കിലും കുട്ടിക്ക് അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നിരന്തര സ്കാനുകൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു തരം ഒബ്സെഷനായി മാറും അച്ഛനമ്മമാർക്ക് തന്നെ. ഇത് അത്രയും, പക്ഷെ അതൊരു ഒരേ സമയം അതൊരു സ്റ്റിഗ്മ ക്രിയേഷനും യൂജനിക്, അതായത് ഇത്തരം ഇത് വേറൊരു കാര്യം കൂടി സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഇത്തരം കുട്ടികളോടുള്ള ഒരു ഇത് കൂടി വരും ചെയ്യും. നമ്മളിത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, ഇത്രയും ഇതായതുകൊണ്ടല്ലേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ അതിനോട് അത്രയും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള ആക്ച്വലി കമ്പാഷൻ കുറയുന്ന ഒരു അവസ്ഥയുണ്ട്.
പിന്നെ അതുപോലെ ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എല്ലാം കഴിയുമ്പം അമ്മമാരും വല്ലാതെ എക്സോസ്റ്റഡ് ആവും. പല ഇക്സി കേസിലും ടെസ്റ്റ് ട്യൂബ് ഇഷ്യൂ അതിലൊക്കെ ചിലപ്പം ഇങ്ങനെ അവസാനം ഇങ്ങനെ ഒരു ഡിസേബിൾഡ് കുട്ടി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടാവണമെന്ന് ഇല്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്തരം കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് കടക്കാം. നമ്മുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ കാലം, എല്ലാ കാലത്തും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ വളരെയധികം മാർജിനലൈസേഷൻസ് സമൂഹത്തിൽ അനുഭവിച്ചിരുന്നു. 1939 1941 ഇടയിൽ നാസി റജയും ഇത്തരം ഡിസേബിൾഡ് പേഴ്സൺസിനെ ടാർഗറ്റ് ചെയ്തിരുന്നു. അതായത് അവരുടെ അക്ടയോൺ T4 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊരു സീക്രട്ട് യൂത്തനേസിയ പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരെ അവർ കണക്കാക്കിയിരുന്നത് ലൈഫ് അൺവർത്ത് ഓഫ് ലൈഫ് എന്നാണ്. അതായത് ജീവിത മൂല്യമില്ലാത്ത ജീവനുകൾ. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിന് ജീവനോ മൂല്യം കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഒരു ബർഡൻ ആണെന്നും അവരെ ഇല്ലാതാക്കേണ്ടതാണ് എന്ന് ഹിറ്റ്ലർ വിചാരിച്ചിരുന്നു. വിചാരിക്കുക മാത്രമല്ല, അത് ചെയ്യും, നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഒരു മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു ഹിറ്റ്ലറിന്. ഈ മെഡിക്കൽ ടീം അപ്രൂവൽ കൊടുക്കും. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇവരെ മുഴുവനും വീടുകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യും. അതിനുശേഷം ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ മെഡിക്കൽ ടീം പരിശോധിച്ച ശേഷം അവർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെ യൂത്തനേസിയക്ക് വിധേയരാക്കിയിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ, 16 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ മേഴ്സി കില്ലിംഗ് നടത്തി. ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ചെയ്തു. 3.6 ലക്ഷം ഡിസേബിൾഡ് പേഴ്സൺസിനെയാണ് അന്ന് ഹിറ്റ്ലർ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്. 2,75,000 to 3 lakh people with disabilities were killed. ആദ്യം ഇവരെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എന്താ പറയുക, ഇങ്ങനത്തെ തടവ് കേന്ദ്രങ്ങളിലാക്കിയിരിക്കുന്നു. പക്ഷെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ പിന്നെയും സ്റ്റേറ്റിൻ്റെ പൈസ പോവാന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്നത് കുറച്ചു. എന്നിട്ട് അവരെല്ലാം സ്റ്റാർവേഷനായി. എന്നിട്ട് എല്ലും തോലുമായ ഈ മനുഷ്യരെ അപ്പോഴും ബർഡനാന്ന് പറഞ്ഞിട്ട് അവരെ ഗ്യാസ് ചേമ്പറിൽ, ന്യൂറംബർഗിലും ബ്രാഡൻബർഗ് ഗ്യാസ് ചേമ്പറിൽ ഇല്ലാതാക്കിയിരുന്നു. അതായത് ഡിസേബിൾഡ് പീപ്പിൾ വർ എ ബർഡൻ ടു ദ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള നാസി ബിലീഫ്. സത്യം പറഞ്ഞാൽ ഈ നാസി ബിലീഫ് നമ്മളിൽ പലരും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഇല്ലാന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇതിൽ ഹിറ്റ്ലറിന്റെ കാര്യത്തിൽ പറയാന്ന് വെച്ചാൽ ഹിറ്റ്ലർ എല്ലാത്തരം ഡിസബിലിറ്റികളെയും, അതായത് ഇവൺ എപ്പിലെപ്സി, മെന്റൽ ഇൽനെസ്, എല്ലാവരും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിരുന്നു. നമ്മളൊക്കെ ആ കാലത്ത് ജീവിച്ചിരിക്കാത്തത് ഭാഗ്യം. ജീവിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ തീർന്നാല്. അതിന് ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഡയമെൻഷൻസിനെയും ബാധിക്കും. അതായത് ദെയർ സെക്ഷുവാലിറ്റി, ദെയർ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ദെയർ സെക്ഷൽ ഓട്ടോണോമി. ദെൻ ഇതിൽ തന്നെ എല്ലാവർക്കും ഡിസബിലിറ്റി ഉള്ള എല്ലാവരും ഒരേപോലെ അല്ലതാണ്. സപ്പോസ് ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂഡൽ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരാൾക്ക് ഡിസബിലിറ്റി ഉണ്ടാകുന്നിരിക്കട്ടെ, ഒരു മെയിൽ, അയാളുടെ ഡിസബിലിറ്റി അത്ര പ്രശ്നം ഉണ്ടാക്കില്ല അയാൾക്ക്. കാരണം അയാളുടെ ഡിസബിലിറ്റി അയാൾക്ക് ഒരു ലൈഫ് എന്താ പറയുക, ജീവിക്കാനുള്ള ഒരു മാർഗം ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല. അന്നത്തെ ഒരു കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഭ്രാന്തിന്റെ ചികിത്സയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തറവാടുകളിൽ കുട്ടികളെ, പുരുഷന്മാരെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിക്കുന്നത് അയാൾക്ക് കുറച്ചൊരു മെന്റലി അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിവാഹം കഴിപ്പിക്കുന്നതാണ് അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞ് വിവാഹം കഴിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ സ്ഥാനത്ത് സ്ത്രീകളാണെങ്കിലോ ഇല്ല. അതേപോലെ തന്നെ കുറച്ച് തടവിൽ കിടന്ന പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട് ഞാൻ. ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടിരുന്ന, മെന്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ അടച്ചിട്ടിരുന്ന പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഡിസബിലിറ്റിയുടെ കൂടെ അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സൊസൈറ്റിയിലുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, കാസ്റ്റ്,
ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യും. മൾട്ടിപ്പിൾ, രാവിലത്തെ മാഡം പറഞ്ഞ പോലെ പല പല അടരുകളായിട്ടാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള ഫീമെയിലും ഡിസേബിൾഡ് ആയിട്ടുള്ള മെയിലിനും ഒരേപോലെ എല്ലാ റൈറ്റ്സ് ഇല്ലാതെയാക്കപ്പെടുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ഫീമെയിലിൽ തന്നെ സൊസൈറ്റിയിൽ അവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കുറച്ചും കൂടി ആ റൈറ്റ്സ് കീപ്പ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ഒരു ഫീമെയിലിൻ്റെ അവസ്ഥ വിൽ ബി മച്ച് വേഴ്സ്. അതുപോലെ വിവാഹം, നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പണ്ട് കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഇന്നിപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉണ്ട്. എപ്പോഴും ഉണ്ടായിരിക്കാം, ഉണ്ടെന്ന് തോന്നുന്നു, ചിലയിടത്തൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഞങ്ങളുടെയൊക്കെ കാലത്ത് പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും, പെൺകുട്ടി ഇങ്ങനെ കപ്പിൽ ട്രെയിൽ ചായയൊക്കെ ആയിട്ട് പോയിട്ട് അവർക്ക് ചായ കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കും. അതിനുശേഷം പെൺകുട്ടീനെ ഒറ്റയ്ക്ക് ഇവരെ സംസാരിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ചില ഈ നാത്തൂന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവർ പറയും പെൺകുട്ടിയോട്, ഒന്ന് നടന്നു നോക്കൂ, മുടി കാണട്ടെ. ഈ വർത്തമാനം പറയണതൊക്കെ ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഇതൊക്കെ വർത്തമാനം പറയുന്നതും നടന്നു നോക്കുന്നതും ഒക്കെ ഒരു ഡിസബിലിറ്റി ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖം ചായ കൊണ്ടുവരുമ്പോൾ കണ്ടല്ലോ. പിന്നെ ബാക്കി എക്സാമിനേഷനാണ്. അതായത് ഡിസബിലിറ്റി ഇല്ല, ഒരു ഡിസബിലിറ്റിയും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം പോകാൻ. അതിനാണ് ഈ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയുന്ന ചടങ്ങ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അത്തരം ചടങ്ങുകളൊക്കെ ഇല്ലാതാവുന്നതാണ് നല്ലത്. അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഡിസബിലിറ്റി എങ്കിലും ഉള്ള ഒരു പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നത് വലിയ ഔദാര്യമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. ഇത്തരം നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഏബിളിസ്റ്റ് മൈൻഡ് സെറ്റ് തന്നെയാണത്. ആ മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ തന്നെ MBBS പഠിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സാറുമാർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, യു ആർ ദ ക്രീം ഓഫ് ദിസ് സൊസൈറ്റി. അതാ അവിടെയാണ് ശരിക്കും അത് ക്രീം ഓഫ് ദി സൊസൈറ്റി എന്നുള്ള മനസ്സിലായത്. അപ്പൊ ഈ സൊസൈറ്റിയിൽ സത്യത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സൊസൈറ്റിയിൽ ഒരു പരീക്ഷ എഴുതി, ആക്ച്വലി ഈ എൻട്രൻസ് പരീക്ഷകൾ തന്നെ ശരിയല്ല, അത് വേറെ കാര്യം. പക്ഷെ അതാണ്, ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളെ പഠിപ്പിക്കുന്നവർക്കും അവർ നമ്മളിലേക്ക് ഇൻജക്ട് ചെയ്ത് തരുന്നതും ആ സാധനമൊക്കെ തന്നെയാണ്. നമ്മൾ ഈ പഠിച്ച സാധനങ്ങൾ അൺലേൺ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രോസസ്സാണ്, ചെറിയ പ്രോസസ്സൊന്നുമല്ല. ഇതൊക്കെ ഓൾറെഡി തലച്ചോറിൽ കയറി കഴിഞ്ഞു. ഈ കയറിയ സാധനങ്ങൾ മുഴുവൻ ഇറക്കിയിട്ട് വേണം പുതിയ സാധനങ്ങൾ പഠിക്കാനായിട്ട്. അപ്പം ഞാനൊക്കെ ഇപ്പോഴും അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അതിലൊക്കെ വിജയിക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അടിമുടി മാറിയാലേ നമുക്ക് ഒരു നല്ല മനുഷ്യന്മാരെ തീരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്ക്. അതായത് യുണൈറ്റഡ് നേഷൻസ് കൗൺസിൽ ഓഫ് റീപ്രൊഡക്റ്റീവ് കൺവെൻഷൻ ഫോർ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന UNCRPD എന്ന് പറയുന്ന ഒരു കൺവെൻഷനിൽ ആണ് ഈ റൈറ്റ് ടു റീപ്രൊഡക്റ്റീവ് ഓട്ടോണോമി എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതായത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഈസ് ഇൻ ഗ്രൗണ്ട്സ് ഫോർ റിമൂവിങ് ലീഗൽ കപ്പാസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിന്റെ പുറത്താണ്. അപ്പോൾ അതിൽ ആദ്യകാലത്തൊക്കെ എന്താ വെച്ചാൽ ഗാർഡിയൻഷിപ്പ് ആയിരുന്നു. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളിന് ഒരു ഗാർഡിയൻ ഉണ്ടാവും. അപ്പം ആ ഗാർഡിയൻ ഈ ആൾക്ക് പകരം ഡിസിഷൻ എടുക്കും. ഒരു സർജറിക്കുള്ള കൺസെന്റ് ആയാലും എന്ത് സംഭവമായാലും ഒരു ഗാർഡിയനാണ് കൺസെന്റ് തന്നിരുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് സപ്പോർട്ടഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഇൻഡിവിജ്വൽസ് ചൂസ് ട്രസ്റ്റഡ് അഡ്വൈസേഴ്സ്, ദാറ്റ് ഇസ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് പ്രൊഫഷണൽസ് ടു ഹെൽപ് ദം അണ്ടർസ്റ്റാൻഡ് ഒപ്പീനിയൻസ്, കമ്മ്യൂണിക്കേറ്റ് ഡിസിഷൻസ്, റെസ്പെക്ടിങ് ദെയർ ഇൻഹറന്റ് ഓട്ടോണോമി. അതായത് അവരുടെ സ്വാതന്ത്ര്യം, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ന ഇവർ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ അഡ്വൈസും കൂടി കണക്കിലെടുത്തുകൊണ്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് സപ്പോർട്ടഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് UNCRPD ആർട്ടിക്കിൾ 12 പറയുന്നതാണ്. പ്രിസർവേഷൻ ഓഫ് പേഴ്സണൽ ഓട്ടോണോമി. ഇന്ത്യൻ ലോ ഉണ്ട് RPWD ആക്ട്, റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. അതാണ് നമ്മൾ ഇവരുടെ ഡിസേബിൾഡ് പേഴ്സൺസിന്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ആക്ട്. പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ പറയുന്നത് ഓട്ടിസ്റ്റിക്. ഇന്ത്യയിൽ ഒരു 20-നും
70 ലക്ഷത്തോളം ഓട്ടിസ്റ്റിക് പീപ്പിൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 50 ലക്ഷം 20-നും 50-നും ഇടയിലോട്ട് 50 ലക്ഷത്തിനിടയിൽ ഓട്ടിസം ബാധിച്ച ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ റൈറ്റിനിടയിൽ ഇവരെയൊക്കെ എവിടെ പെടുത്തും എന്നുള്ളതിലാണ്. ഇതിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയിട്ടാണ് ഓട്ടിസത്തിനെ പെടുത്തിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഓട്ടിസം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒന്നുമല്ല. അവരുടേത് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ വികാസം പ്രാപിക്കലിലുണ്ടായ ഒരു വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസബിലിറ്റി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് അതിന് പറയാൻ പറ്റില്ല. കാരണം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പല ആളുകളും അങ്ങേയറ്റം ഇന്റലിജന്റ് ആണ്. അവർക്ക് അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു സ്റ്റോറി ഒന്നും അല്ലത്, എനിക്ക് വളരെ അടുത്ത വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഈ കുട്ടി ഒരു എന്താ പറയാ, പാരൻസ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് PhD ലെവലിൽ എഡ്യൂക്കേഷനുള്ള പാരൻസിൻ്റെ കുട്ടിയായിട്ട് ജനിച്ചു. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ആയിരുന്നു. അതർവൈസ് എല്ലാം നോർമൽ കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടി പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പുറത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. അത്രേ ഉള്ളൂ. പിന്നെ ചില ശബ്ദങ്ങൾ ആൾക്കാർ വീട്ടിൽ തല്ലുവിടുകയാണെങ്കിൽ അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഇതാണ്. അതർവൈസ് ബാക്കി എല്ലാം കൊണ്ടും ഈ കുട്ടി നോർമലാണ്. ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് എല്ലാം കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ കുട്ടിക്ക് അവനവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ആ കുട്ടിക്ക് ഒരു കാര്യം വേണം അല്ലെങ്കിൽ വേണ്ട, അത് പറയാൻ പറ്റത്തില്ല. ആ കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വാക്കിലേക്ക് ഇടാനായിട്ട് ആ കുട്ടിക്ക് സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ആരും കുട്ടീനെ മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പം കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലാവുന്നവരെ. കരഞ്ഞാല് ആളുകൾ ചെയ്തു കൊടുക്കുന്ന വിചാരിക്കുന്നത്, പക്ഷെ ഈ കുട്ടി ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഏതു നേരവും കരയുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ശല്യം ആയി മാറി. പിന്നീട് പഠിക്കാനും എഴുതാനൊന്നും പ്രശ്നമില്ല, അതെല്ലാം ചെയ്യുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ അച്ഛനൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഫാദറാണ്, നല്ല അടി. കുട്ടി വളർന്ന് വലുതായി വന്നപ്പം അപ്പൊ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ, സംസാരം ശരിയല്ല. അപ്പൊ ഇവര് കാണിക്കുന്നത് സൈക്യാട്രിസ്റ്റിനെയാണ്. കാരണം ഇന്റലിജൻസ് ഓക്കെയാന്ന് അവർക്കറിയാം, കാരണം മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സൈക്യാട്രിയിലേക്കാണ് പോകുന്നത്. സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ കുറച്ച് വലുതായി വന്നപ്പം ഈ കുട്ടിക്ക് മെയിലാണ് കുട്ടി ജനിക്കുമ്പോൾ, എന്നുവെച്ചാൽ അനാട്ടമിക്കലി മെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ കുട്ടിക്ക് ഒരു ഫീമെയിലിനോടൊരു ഓറിയന്റേഷനോ ഒന്നുമില്ല. കുട്ടിയുടെ മനസ്സിൽ കുട്ടി ഈസ് എ ഫീമെയിൽ. അപ്പോൾ ഫീമെയിലിന്റെ ഡ്രസ്സ് ഇടുമ്പോൾ ഫീമെയിൽ ആവുന്നു. സ്വാഭാവികമായിട്ട് പിന്നെയും നല്ല പാട്രിയാർക്കൽ ഫാമിലി, മെയിലായിട്ട് കണ്ട കുട്ടി ഫീമെയിൽ ആവും. സൈക്യാട്രിസ്റ്റ് പോവാണ്. അവസാനം ആക്ച്വലി ഈ ട്രാൻസ് ആണെന്ന് അവസാനം കുട്ടിക്ക് തന്നെ മനസ്സിലായി. അവരെന്ത് ചെയ്യുന്നു, കുട്ടി തന്നെ അത് ട്രാൻസ് ആണെന്നുള്ളതിലേക്ക് എത്തി. അപ്പം ഇവരെന്താ ചെയ്യുന്നത്, ഇപ്പോൾ കുട്ടിക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറായി, PTSD-യുമായി. PTSD-യുടെയും ട്രീറ്റ്മെന്റും ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പരിപാടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിരോധിക്കപ്പെട്ട സംഭവങ്ങളാണ്. അതായത് ഷോക്ക് ചികിത്സ. ഒരു കാലത്ത് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സൈക്കാട്രി ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു കാലത്ത് ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടൊക്കെ ഷോക്കാണ് കൊടുത്തിരുന്നത്. ഇൻസുലിൻ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന കാലത്ത് ഇൻസുലിൻ കൊടുത്ത് ഞാൻ ഹൈപ്പോഗ്ലൈസിൻ മേടിച്ച് ആളുടെ തലച്ചോറൊക്കെ പോകും. അതൊക്കെ ഒരു കാലത്ത് പല സൈക്കാട്രിക് ട്രീറ്റ്മെന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ എന്താ പറയാ, ഇപ്പോഴും അതെ പല സ്ഥലങ്ങളിലും ആ പഴയ രീതികളൊക്കെ അപ്ഡേറ്റഡ് ആവാത്ത ഡോക്ടർമാരൊക്കെ ഇന്നും ഉണ്ട്. വളരെ കിരാതമായിട്ടുള്ള, അതായത് ഒരു മനുഷ്യനോട് എന്നുള്ള പോലെയല്ല നമ്മൾ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളിനോട് പെരുമാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലെസ്, അവര് മനുഷ്യനേക്കാൾ കുറച്ച് താണ എന്നുള്ള ഒരു രീതിയിലാണ് മനുഷ്യൻ പലപ്പോഴും അവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് വളരെ മോശമായി പെരുമാറുന്നതൊന്നും ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അതൊക്കെ നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ട്. അതൊക്കെ ആദ്യം പോയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നല്ല മനുഷ്യരായിട്ട്
അവരോട് ഇടപഴകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ആക്ച്വലി ജീവിതത്തിൽ സ്നേഹം വേണം. മനുഷ്യന് സർവൈവ്, വേറെ എന്തുണ്ടായാലും മനുഷ്യന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്നേഹം, അറ്റാച്ച്മെന്റ്, കെയർ, ഇതൊക്കെ ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് മനുഷ്യർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, ആ അറ്റാച്ച്മെന്റിനെ നമ്മൾ ഒരു കെട്ടിടത്തിന്റെ അടിത്തറയായി കാണുകയാണെങ്കിൽ, നമ്മളൊരു കെട്ടിടത്തിനെ ആലോചിച്ച് നോക്കുക. നമ്മളൊരു കെട്ടിടം പണിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു വീട് പണിയണമെങ്കിൽ ആദ്യം അതിനൊരു ശക്തമായ ഒരു അടിത്തറ വേണം. ആ അടിത്തറയുടെ മുകളിലാണ് നമ്മൾ അതിൻ്റെ ചുമരുകൾ പടുത്തുയർത്തുക. രണ്ട് മനുഷ്യർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതാണ് ജീവിതത്തിനെ നമ്മളൊരു കെട്ടിടമായി കാണുകയാണെങ്കിൽ അതിൻ്റെ അടിത്തറ. ആ അടിത്തറയുടെ മുകളിൽ നമ്മൾ പടുത്തു കെട്ടുന്ന ചുമരുകളാണ് കെയർ. മനസ്സിലായോ? കരുതൽ, പരിചരണം എന്നൊക്കെ പറയുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ കരുതലും പരിചരണമാണ്. അപ്പം ഈ കരുതലിന്റെയും പരിചരണത്തിന്റെയും ചുമരുകൾ നിങ്ങൾക്ക് പടുത്ത് കെട്ടണം എന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ശക്തമായ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ അത് കെട്ടാൻ കഴിയുള്ളൂ. ഈ ശക്തമായ അടിത്തറ ഒരു മനുഷ്യനോട് അറ്റാച്ച്മെന്റ് നമ്മൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വെറുതെ ചാരിറ്റി ചെയ്യുന്നതൊന്നും വലിയ കാര്യമില്ല. ഒരുപാട് പേര് നമുക്ക് കാണാം പുറത്തേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ, അല്ലെ, ചാരിറ്റി ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, അത് കൊടുക്കണം, ഫോട്ടോ ഇടണം, അതൊന്നും കാര്യമില്ല. ഈ മനുഷ്യരോട്, ഒരു മനുഷ്യനോട്, ഏതൊരു മനുഷ്യനോടായാലും നമ്മൾക്ക് അത് ഇതിലൊന്നുമല്ല, ഡിസബിലിറ്റിയിലൊന്നുമല്ല, നമ്മളുടെ ഫാമിലിയിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങൾ വേറെ ഏതൊരു മനുഷ്യനോടും ഇടപഴകുമ്പോൾ ആ മനുഷ്യനെ നമ്മൾക്ക് കരുതലോടെ പെരുമാറണം എന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഇതുണ്ടെങ്കിലേ സാധിക്കും. പക്ഷെ മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഈ സെക്യൂർ ആയിട്ടുള്ള ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. എല്ലാ മനുഷ്യർക്കും അതൊരു കുറ്റോ തെറ്റോ ഒന്നുമല്ല. പലപ്പോഴും രണ്ട് മനുഷ്യർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ചിലപ്പം ഒന്നുകിൽ സെക്യൂർ ആണെങ്കിൽ ഓക്കെയാണ്, നല്ല അടിത്തറയാകും. ചിലപ്പം ചിലർ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമായിരിക്കും. ചിലർക്ക് ആരോടും അവരങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കില്ല. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾഗം പോലെയാണ്. ആരെങ്കിലും വഴി കൂടെ പോകുമ്പോഴേക്കും വന്ന് ഒട്ടാൻ നോക്കും. അവർക്ക് അറ്റാച്ച്മെന്റ് കൂടിയ ടൈപ്പ് ആൾക്കാരുണ്ട്. ആക്ച്വലി രണ്ടും കൊള്ളില്ല, രണ്ടും നമ്മളെ പ്രശ്നത്തിൽ ഉണ്ടാക്കും. നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള, ഏത് മനുഷ്യരുടെ അടുത്തായാലും ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ശരിയായ രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ കെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് പിന്നാലെ നടന്നിട്ടും അത് കാര്യമില്ല. അതൊന്നും കാര്യമില്ല. ഒഴിഞ്ഞു മാറിയിട്ടും കാര്യമില്ല. പലപ്പോഴും ഈ ഡിസേബിൾഡ് പേഴ്സൺസിന്റെ പാരൻസ് ഒക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യും, ഈ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് അവർ പോവില്ല. പലപ്പോഴും ഒന്നുകിൽ പലപ്പോഴും കാണാറുണ്ട് എന്താ വെച്ചാൽ അച്ഛന്മാര് ഒഴിഞ്ഞു മാറുന്ന രീതി തന്നെ എടുക്കും. അവർക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, പാർട്ടി ഓഫീസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അതിന് 100 തിരക്കുകൾ പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അമ്മയ്ക്ക് ഒരിക്കലും എസ്കേപ്പ് ആവാൻ പറ്റില്ല. പലപ്പോഴും അമ്മമാർ എന്തുണ്ടാവും വെച്ചാൽ അമ്മമാർ പലപ്പോഴും ഈ ഒരു ഹൈപ്പർ ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതൊരു അവരുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മമാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. അവരുടെ ജീവിതം തന്നെ അവരൊരു സാക്രിഫൈസ് ചെയ്യണ പോലെയാണ് ഇതിന് വേണ്ടിയിട്ട്. അത് പലപ്പോഴും എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല സെർബിൾ പാൽസിയുള്ള കുട്ടികളെ നമ്മൾ നോക്കും. ആദ്യം മുതൽ തന്നെ ചിലപ്പം ഉണ്ടാവും ഒരു ഇങ്ങനത്തെ ഒരു സൈഡും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനിത് പറയാം. അതൊരു കുട്ടിയുടെ ഒരു കഥ ഞാൻ പറയാം. ഈ കുട്ടി ഒരു ക്വാഡ്രിപ്ലീജിയ എന്ന് പറയും. 2 കൈയും 2 കാലും ഒക്കെ തളർന്ന, ഐക്യവും കുറഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. ഈ അമ്മ ഈ കുട്ടീനെ നന്നായി നോക്കുമായിരുന്നു. വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല. പക്ഷേ ഈ അമ്മ അത്രയും അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് ഈ കുട്ടീനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി അമ്മയ്ക്ക്. ഇത് നോക്കും. സത്യം പറഞ്ഞ ഒരു ഘട്ടത്തിലൊക്കെ കുട്ടി വല്ലാതെ ആകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ, ഞാൻ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ചിലപ്പം വിചാരിക്കാറില്ല. കാരണം വല്ലാണ്ട് സിക്കാകുമ്പോഴേ കുട്ടി വെന്റിലേറ്ററിലൊക്കെ പോകണം, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കരുത് കുട്ടി എന്താ പറയുക വെന്റിലേറ്റർ ഒന്നും ചെയ്യാതെ ഡു നോട്ട് റീസസിറ്റേറ്റ് വല്ലതും ആയിട്ട്
കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ ഈ അമ്മയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഭയങ്കര സിക്കായപ്പോൾ ഞാനിങ്ങനെ പക്ഷെ അവരോട് ഇത് പറയാനൊന്നും പറ്റത്തില്ല, അവർ അത്രയും അറ്റാച്ച്ഡ്. പക്ഷെ അവർ കുട്ടി പോയി കഴിഞ്ഞാൽ ഇവരാണ് തകരുന്നുള്ളതും എനിക്കറിയാം. ഒരു പ്രാവശ്യം ഞാൻ കുട്ടീനെ തീരെ സിക്കായപ്പോൾ റെഫർ ചെയ്തു, ജൂബിലിയിലേക്ക് കണ്ടു പോയി. പിന്നെ കുട്ടി പക്ഷേ അന്ന് മരിച്ചു. എന്നുവെച്ചാൽ അവരെങ്ങനെ താങ്ങുമാവും, അവർ ഭയങ്കര വിഷമമായിരുന്നു അവർക്ക്. ഒരു 6 months കഴിഞ്ഞിട്ട് ആ ലേഡി എൻ്റെ അടുത്തേക്ക് വന്നു. അത് മൂത്തൊരു മകളുണ്ടായിരുന്നു അവർക്ക്, അവരുടെ കുട്ടിയായിട്ട്. ആ സ്ത്രീ ഭയങ്കര ഹാപ്പി ആയിട്ട് വേറൊരു ലേഡിയായിരുന്നു അവർ. ഞാൻ അത്ര നാൾ കണ്ട ഒരു സ്ത്രീയെ അല്ല, ഞാൻ അത്ര നാൾ കണ്ട ആ വേദനകളെല്ലാം പോയിട്ട് എന്താ പറയുക, ഒരു പൂ ഇരിഞ്ഞു എന്നൊക്കെ പറയില്ലേ, ജീവിതം അതുപോലൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ നമ്മളിതിനൊക്കെ 2 സൈഡുണ്ട്. നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ റൈറ്റിനെ പറ്റി പറയുമ്പോൾ അതിനെ കെയർ ചെയ്യുന്ന ആളിൻ്റെ വേദനയെ പറ്റി കൂടിയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതായത് അവരുടെ ഷോൾഡറിൽ നിന്ന് അവർക്ക് ആ ഒരു ഭാരം വേറൊരാൾക്ക് വെച്ചു കൊടുക്കാനും പറ്റില്ല. എന്നാൽ അവരുടെ ആ ചില അറ്റാച്ച്മെന്റ് കാരണം അവരത് ഇവൺ എന്താ പറയാ, ഒരു പുരുഷാണെങ്കിൽ പോലും ആ പുരുഷ അവർ വേറൊരു ആളുടെ ചുമലിലേക്ക് ഒരു 5 minute പോലും അവർ വെക്കാതെ അത്രയും സന്തോഷത്തോടു കൂടി അത് കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. മനസ്സിലായോ? കാണുമ്പോൾ നമുക്കത് അവരെ ചുമലിൽ നിന്ന് എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഇതുണ്ട്. ഇതൊക്കെ പറയുന്നതൊന്നും എന്താ പറയുക, ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടൊന്നും ചെയ്യരുത്, മനസ്സിലായോ? പക്ഷെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. ജീവിതത്തിന് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് മാത്രം നോക്കിക്കാണരുത്, പല ഭാഗങ്ങളിൽ നിന്ന് നോക്കിക്കാണണം. പലപ്പോഴും ഇൻവിസിബിൾ ആൻഡ് വോയിസ്ലെസ് ആണ്. പലപ്പോഴും ഒരു വീട്ടിൽ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾ അവരെ കുറേ കൂടി കാണാറുണ്ട്. മുതിർന്നു വരുമ്പോൾ അവർക്ക് എവിടെ പോകുന്നു പോലും അറിയില്ല. സൊസൈറ്റിയിൽ അവരുടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറില്ല, അവരുടെ മുഖങ്ങൾ നമ്മൾ കാണാറില്ല, അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്ത മകൻ IIT-യിൽ, രണ്ടാമത്തെ മകൾ എയിംസിൽ എന്ന് പറയും. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം അവർ പറയാതിരിക്കും. അവരുടെ മുഖങ്ങൾ നമ്മൾ കുറച്ചും കൂടി കാണാനും അവരുടെ ശബ്ദങ്ങൾ കുറച്ചും കൂടി കേൾക്കാനും ശ്രമിക്കണം. പിന്നെ കറണ്ട് റിയാലിറ്റീസ് ആൻഡ് പെർസിസ്റ്റൻസ് ചാലഞ്ചസ്, അതായത് ഫോഴ്സ്ഡ് ഹിസ്റ്ററക്ടമീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും ഇൻ ഇന്ത്യ 17 to 20 lakh people live with autism. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ടായിരുന്നു. 17 മുതൽ 20 ലക്ഷം പേരാണ് ഓട്ടിസം ആയിട്ടുള്ളത്. അതായത് RPWDA ആക്ട് 2016 പ്രകാരം റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് റൈറ്റ് ടു ഈക്വാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി, protection from cruelty and inhuman treatment from abuse, violence, exploitation, access to justice, access to community living. ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പല സ്റ്റഡീസും വേരിയസ് സ്റ്റഡീസ് അക്രോസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഹാവ് ഷോൺ ദാറ്റ് വുമൺ വിത്ത് ഡിസബിലിറ്റീസ് ഹാഡ് എ മോർ ദാൻ 50% increased likelihood of reporting intimate partner violence, physical, emotional and sexual abuse in a relationship when compared with that of females without disabilities. അതായത് നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോഴും സെക്ഷൽ ഡിസയർ ഉണ്ടാവാം, കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കണം, ഇതെല്ലാം പറയുമ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പം ഒരു ഫീമെയിൽ വിത്ത് ഡിസബിലിറ്റി അനുഭവിക്കേണ്ടി വരുന്നത് ഒരു സാധാരണ ഫീമെയിൽ അനുഭവിക്കുന്നതിൻ്റെ അക്കാൾ കൂടുതൽ വയലൻസ് അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവരൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈസി ടാർഗറ്റ് ആണ്. അപ്പം ഒരു എന്താ പറയുക, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള ഒരു സ്ത്രീക്ക് ഒരു അബ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് വരില്ല. ഇവൺ ചിലപ്പോൾ ഒരു കൺസെൻറ്റ്, ഒരു മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് എടുത്തിട്ടായിരിക്കാം അവരെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അപ്പം പക്ഷേ അവർക്ക് അവിടെ നിന്ന് ഒരു അബ്യൂസറാണെന്ന് അറിഞ്ഞാലും അവർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് വരില്ല. ഒരു ശബ്ദിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് അവരുടെ ശബ്ദം പുറത്തു വരില്ല, അല്ലേ? കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ഹെൽപ്പ് എടുക്കാൻ പ്രയാസം വരും. മാത്രമല്ല ഒരു വേണ്ടത്ര ബുദ്ധി വികാസം പ്രാപിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപകടങ്ങളെ പറ്റിയിട്ടോ വേണ്ടത്ര അറിവ്
അത് അനലൈസ് ചെയ്യാനുള്ള കഴിവും അവർക്ക് ഉണ്ടാവണമെന്നില്ല. സെക്ഷൽ ഡിസയറൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ വരുംവരായികളെ പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഇത്തരം കേസുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നും നിർബന്ധമില്ല. കാരണം പലപ്പോഴും ഈ പറഞ്ഞ പോലെ പെർപെട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അവരെ വീടിൻ്റെ അകത്തുള്ളവരോ അറിയുന്നവരോ ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. ബെഡ്രിഡനായിട്ടുള്ള ഒരു പെൺകുട്ടിയൊക്കെ ആകുമ്പം പലപ്പോഴും വീട്ടിൽ അറിയുന്നവർ തന്നെയായിരിക്കും. അത് പുറത്ത് പറയപ്പെടണമെന്നും യാതൊരു നിർബന്ധമില്ല. പലപ്പോഴും അത് കാരണം തന്നെ ഇവർ ഒരു ഇൻവിസിബിൾ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. And our system is often ill-equipped to deal with their needs. UN Committee on Rights of Persons with Disabilities limits stereotypes and prejudices that limits their access to seeking justice. Human Rights Watch report 2018 recommend it is vital that access to justice be ensured to these women. പിന്നെ വേറൊരു WHO ഒരു UN പോപ്പുലേഷൻ ഫണ്ട് 2009 റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ വർക്കേഴ്സ് വീടുകളിൽ ഇങ്ങനത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇതൊക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ, അവർ ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ വീടുകൾ സന്ദർശിക്കാറേ ഇല്ല പലരും. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ നീഡ്സ് ഉണ്ട് എന്ന് തന്നെ ആക്ച്വലി നമ്മൾ അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറല്ല. അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങൾ മാറി പറയേണ്ടതുണ്ട്. കറണ്ട് റിയാലിറ്റീസ്, ന്യൂമറസ് ഫോംസ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ക്രൂവൽറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷണലിസം, ഡിസേബിൾഡ് ആൾക്കാരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക, അവരെ സ്റ്റെറിലൈസേഷനിലേക്ക് എത്തിക്കുക, ഹിസ്റ്ററക്ടമി ചെയ്യുക, ഫോഴ്സ്ഡ് അബോർഷൻ, ലിമിറ്റഡ് ആക്സസ് ടു കോൺട്രാസെപ്ഷൻ. അതിൽ നമ്മൾ 1-2 ശ്രീവാസ്തവ കേസിൻ്റെ ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ. വേറൊരു ബോംബെ ഹൈക്കോർട്ടിലെ ഒരു കേസിൽ ഇതുപോലെ തന്നെ MTP കോടതി ഫാദറാണ് കേസിന് പോകുന്നത്. ആക്ച്വലി കോടതി അനുവദിക്കുകയാണ്. അതായത് അവളെ തന്നെ നോക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെയാണ് കുട്ടിയെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കോടതി അങ്ങനെയുള്ളൊരു കേസുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ യൂജനിക്സ് എന്ന് പറയുന്ന സാധനം ഹിറ്റ്ലർ ഉണ്ടാക്കിയ സാധനമാണെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു എംപവർ ദം. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഒന്ന് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാം, പിന്നെ ആക്സസബിൾ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, എംപവർ ദം, പിന്നെ പോളിസി ആൻഡ് ലീഗൽ റീഫോംസ്. നമ്മൾ ഇതിൽ ഒരുപാട് ലീഗൽ റീഫോംസ് പുതിയത് കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അതായത് ഈ ഇങ്ങനെയുള്ള കുട്ടികൾ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ്. അതായത് ഒരു അമ്മയുടെ തലയിലോ ഒരു അച്ഛൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗർ വേണം എല്ലാവർക്കും. പക്ഷെ അതിനപ്പുറം ഒരുപാട് സമൂഹം, കുറെ കൂടി ചുറ്റുമുള്ള സമൂഹം അതിൻ്റെ ഉത്തരവാദിത്തം കുറച്ചും കൂടി നമ്മൾ ഏറ്റെടുക്കണം. സപ്പോർട്ട് ഗ്രൂപ്പുകൾ വേണം. അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ദിവസം ഒന്ന് വിട്ടു നിൽക്കാനോ ഒന്ന് സന്തോഷിക്കാനോ ഒക്കെ സമയം കണ്ടെത്താനോ ഒക്കെയുള്ള എന്തെങ്കിലും തരത്തിൽ. മാത്രമല്ല അവരെ നമ്മൾ ഇൻക്ലൂസീവ് ആൻഡ് കമ്പാഷനേറ്റ് അപ്രോച്ച്. ഈ കുട്ടികളിപ്പോൾ ഒരു കല്യാണത്തിനായാലും സാധാരണ എന്താ സംഭവിക്കുക വെച്ചാൽ, കല്യാണത്തിന് പോവുകയാണെങ്കിൽ കുട്ടികളെ വീട്ടിലെത്തിയിട്ട് പോവും അല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഏത് കാര്യത്തിനായാലും ആക്ച്വലി അവരെ കൊണ്ട് ഏത് പരിപാടിക്കായാലും സ്കൂളിലായാലും കോളേജിലായാലും നമ്മളുടെ കൂടെ ആയാലും അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കാം ആയിട്ടൊക്കെ. പിന്നെ കമ്പാഷനേറ്റ് ആവുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ഈ ഏത് കെയർ എന്ന് പറയുന്നതിൻ്റെ ബേസ് അറ്റാച്ച്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അറ്റാച്ച്മെൻറ്റിൽ ഇതിൽ മാത്രമേ കെയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പാഷൻ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. ഗ്ലോബൽ കമ്പാഷൻ ഇല്ലാതെ നമ്മളിപ്പം നമ്മുടെ സമൂഹം മൊത്തത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കൊല്ലണം, അവരെ കൊല്ലണം, ഇവരെ കൊല്ലണം, അപരനായിട്ടുള്ള എല്ലാത്തിനെയും ആൾക്കൂട്ടക്കൊല ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ ഒരു ഡിസേബിൾഡ് പേഴ്സണിന് ഒരു ഡിസയർ ഉണ്ടാവുന്നതും സമൂഹം അത്ര നല്ലതായിട്ടൊന്നും അതിനെ കാണുകയില്ല. ഇത് നമ്മൾ പല ഓണർ കില്ലിങ് നമ്മൾ എത്ര കാണുന്നതാണ്. നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലൊക്കെ അഭിമാന കൊലകളും അവനോട് നമ്മുടെ ആ ഒരു ഏബിളിസ്റ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്നതാണ്. അരിസ്റ്റോക്രസി, എന്താ പറയുക, മെറിറ്റോക്രസി, ഏബിളിസ്റ്റ്. അപ്പം റോൾ ഓഫ് ലവ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാനും. താങ്ക് യു. കാരണം ഇപ്പൊ ഈ പറഞ്ഞ MTPകളൊക്കെ ഉള്ളതുകൊണ്ട് ആക്ച്വലി ഒരുപാട് MTPകൾ നടക്കുന്നുണ്ട്. ഈ MTPകളെല്ലാം കഴിഞ്ഞിട്ട് ജനിക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന തരത്തിലുള്ള. നമ്മളെ മണ്ണും ഇതൊന്നും ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിലും ഇതൊന്നും വിഷമാവാണ്ട് നോക്കണം. മണ്ണും വായുവും ജലവും മനസ്സിലായോ. കീടനാശിനിയുള്ള ഫുഡ് അടിക്കും,
ഇതുള്ള അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കും, കുപ്പിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കുടിക്കും. ഇതെല്ലാം കുടിച്ചിട്ട് പിന്നെ ഒരു അബ്നോർമാലിറ്റി ഇല്ലാത്ത കുട്ടി ഉണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. ഈ പറയുന്ന ആൾക്കാർ അതൊക്കെ ആദ്യം ഇല്ലാതാക്കട്ടെ. മനസ്സിലായോ? ഇതൊന്നും ഇല്ലാതാക്കിയിട്ട് പിന്നെ പ്രായം മാത്രം നോക്കിയിട്ടുണ്ടാ കാര്യം? പ്രായം ഏത് പ്രായത്തിലും ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ ഒരു റിസ്ക് തന്നെയാണ്. നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് പരമാവധി ഇങ്ങനെയുള്ള മനുഷ്യരെ ഇൻക്ലൂസീവ് ആക്കാനും സ്റ്റിഗ്മ ഇല്ലാണ്ട് നോക്കാനും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഇപ്പം വിർച്വൽ ഓട്ടിസാണ്, ഡിജിറ്റൽ വേൾഡ് വന്നേ. പിന്നെ സാധാ ഓട്ടിസം അല്ല. കുട്ടികളെ 2-3 വയസ്സുള്ള കുട്ടികളെ മുഴുവനും വിർച്വൽ ഓട്ടിസായിട്ടോ വരും. ഈ കണക്കൊന്നുമല്ല, എത്ര കണക്കെന്ന് പറയാൻ പറ്റില്ല. അത്രയും അപ്പം ഇൻക്ലൂസീവ് ആവുക, മനസ്സിലായോ? ഒന്നാമത് അതാണ്, മനുഷ്യരോട് സ്നേഹത്തോടെ ഇടപെടുക, പ്രകൃതിയിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി ചെല്ലുക, ഇതൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളത്. പിന്നെ അല്ലാതെ ഇങ്ങനെ ഞാനിതിനൊന്നും എതിരെ പറയുന്നില്ല. പ്രീനേറ്റൽ ഡയഗ്നോസിസ് ഞാനൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് പറയുമ്പോൾ സയന്റിഫിക്കലി ഇതെല്ലാം ശരിയാണ്. ഡൗൺ സിൻഡ്രോം വരും, ഏജ് കൂടുന്ന അവരിൽ നമ്മൾ പിന്നെ ഏജ് കൂടുന്ന മനുഷ്യരിൽ എന്തായാലും നമ്മൾ ഇത് ഡയഗ്നോസിസ് ചെയ്ത് ആംബ്ലിയോസെന്റസിസും ഇത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഒരു ഏതോ ആശുപത്രിയിലായാലും ഇന്ന് എബോവ് ഒരു 30-40 ഇയേഴ്സിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മളിത് ചെയ്യും. ഇനി ഇതൊന്നും അല്ല, ഇനിയിപ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു യൂജൻ ഇതുണ്ട്, എന്താ പറയുക, DNA മെത്തിലേഷൻ വഴി അതും വരും. അങ്ങനത്തെ എന്താ പറയുക ഇതും വരും. എപ്പിജനറ്റിക് ചേഞ്ചസും സംഭവിക്കും കാലം കടന്നു പോകുന്നത്. നമ്മൾ ഈ അനുഭവിക്കുന്ന ട്രോമകൾ ഇതൊക്കെ എപ്പിജനറ്റിക് ചേഞ്ചസ് ആയിട്ട് മാറുന്ന പറയാം. അത് ഒരു തലമുറയിലൊന്നും അല്ല, ഒരുപാട് തലമുറയിലേക്ക് പോകും. അതൊക്കെ നമ്മുടെ യുദ്ധങ്ങള്, പാലായനങ്ങള്, ഇതെല്ലാം മനുഷ്യരിൽ, അത് അനുഭവിക്കുന്ന മനുഷ്യരിൽ എപ്പിജനറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കും. അതൊക്കെ ഒരുപാട് തലമുറയിലേക്ക് മാറും. നമ്മൾക്ക് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നമ്മളൊരു പാരമ്പര്യം എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീനുകളുടെ 50% നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. നമ്മുടെ സഹോദരന്മാരിലും 50% ഉണ്ടാവും. ഈ കുട്ടികളിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ 25% വരും. അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ 12.5%. ഇത്രയേ ഉള്ളൂ. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ജീനുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 99% ജീനുകളും എല്ലാ മനുഷ്യരിലും തന്നെയാണ്. 1% ജീനിന്റെ വ്യത്യാസമുള്ളൂ. ഇത് കുറെ 3 തലമുറ കഴിയുമ്പം എൻ്റെ കുട്ടി നിന്റെ കുട്ടി എന്ന് പറയുന്ന വ്യത്യാസമേ ഭൂമിയിലില്ല. എല്ലാം കോമൺ ജീൻ പൂളാണ്. നമ്മുടെ ഉള്ളിലുള്ള ഓരോ ജീനിലും നമ്മുടെ ഏറ്റവും വലിയ പൂർവികരായിട്ടുള്ള ബാക്ടീരിയയുടെ ജീൻ തൊട്ടുള്ളത്. മനസ്സിലായി? ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനോ ഒന്നുമല്ല, എല്ലാവരും ഒന്നാണ്. അത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈ വക സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പോകും.